Quasi-Fermi level. Okay, so എന്താണ് Quasi-Fermi level എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, 1 minute. The definition: Quasi-Fermi level refers to two Fermi levels which describe the probability of occupation in the conduction band and in the valence band in quasi-equilibrium condition. So quasi-equilibrium condition എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റാണ്. എന്താണ് quasi-equilibrium concept എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇക്വിലിബ്രിയം ഡെഫിനിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ Quasi-Fermi level refers to Quasi-Fermi level എന്ന് പറയുന്നത് രണ്ട് ഫെർമി ലെവലാണ്, 2 ഫെർമി ലെവൽസ് ആണ്. ഓക്കെ, വിച്ച് ഡിസ്ക്രൈബ് ഓരോ ഫെർമി ലെവലും ഡിസ്ക്രൈബ് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പേഷൻ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ഇലക്ട്രോൺ ഒക്യുപ്പേഷൻ കണ്ടക്ഷൻ ബാൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫെർമി ലെവലും ആൻഡ് ഒക്യുപ്പേഷൻ ഇൻ ദ വാലൻസ് ബാൻഡ് അത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വേറൊരു ഫെർമി ലെവൽ. ഈ രണ്ട് ഫെർമി ലെവൽസിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് ഫെർമി ലെവൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Quasi-Fermi level ഇൻ ദ സെയിം മെറ്റീരിയൽ. ഒരു മെറ്റീരിയൽ തന്നെ രണ്ട് ഫെർമി ലെവൽ വരാനുള്ള ഒരു ചാൻസ്. ഓക്കെ, ആ കണ്ടീഷനെയാണ് നമ്മൾ Quasi-Fermi level എന്ന് പറയുന്നത്. സോ ഇതൊരു ഈക്വിലിബ്രിയം കണ്ടീഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈക്വിലിബ്രിയം ഇൻ Quasi-Equilibrium കണ്ടീഷൻ. ഓക്കെ, Quasi-Equilibrium കണ്ടീഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വാലൻസ് എനർജി ലെവലുണ്ട്, കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവലുണ്ട്. ഇത് രണ്ടിനെയും ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ എനർജി ബാൻഡ് ഗ്യാപ്പ് EG എന്ന് പറയുന്നത്. ഓരോ സെമി കണ്ടക്ടേഴ്സിനും ഇത് ഡിഫറൻറ്റ് ലെവൽസ് ആയിരിക്കും EG എന്ന് പറയുന്നത്. ഓക്കെ, സോ വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കണ്ടക്ഷൻസ് ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വാലൻസ് ബാൻഡിൽ നമുക്ക് ഹോൾസും കണ്ടക്ഷൻ ബാൻഡിൽ നമുക്ക് ഇലക്ട്രോൺസും കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ ഈ ഹോൾസ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് EHPs ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള എനർജി എന്ന് പറയുന്നത് തെർമൽ എനർജിയാണ് എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഓക്കെ, സോ തെർമൽ എനർജി യൂട്ടിലൈസ് ചെയ്ത് കോവാലൻറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് കണ്ടക്ഷൻസ് ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡും n ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് സെയിം നമ്പർ ഓഫ് ഹോൾസ് ഇൻ വാലൻസ് ബാൻഡ്. ഓക്കെ, സോ n നമ്പേഴ്സ് അല്ലെങ്കിൽ 50 നമ്പേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിനുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ 50 ഹോൾസിൻ്റെ അല്ലെങ്കിൽ 50 ഇലക്ട്രോൺസിൻ്റെ വേക്കൻസി നമുക്ക് വാലൻസ് ബാൻഡിലുണ്ടായിരിക്കും. സോ n = p ന്യൂമറിക്കലി രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ക്യാരിയേഴ്സ് ഇൻ കണ്ടക്ഷൻ ബാൻഡും ക്യാരിയേഴ്സ് ഇൻ വാലൻസ് ബാൻഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസ് വരുമ്പോൾ ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന റേറ്റിന് നമ്മൾ GI എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഈ GI ആൻഡ് വാലൻസ് ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് തിരിച്ച് റിട്ടേൺ അല്ലെങ്കിൽ റീകോമ്പിനേഷൻസ് പോസിബിലിറ്റി ഉണ്ട്. സോ ക്യാരിയേഴ്സ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്ക് ക്യാരിയേഴ്സ് റീകോമ്പിനേഷൻസിലേക്ക് വരും. സോ ഇവിടുന്ന് മുകളിലേക്ക് GI, അവിടുന്ന് താഴേക്ക് RI. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. റേറ്റ് ഓഫ് ജനറേഷൻ GI = റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ RI. ഈ കണ്ടീഷൻ എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ 1000 ക്യാരിയേഴ്സ് മേളിലേക്ക് പോകുമ്പോൾ 1000 ക്യാരിയേഴ്സ് താഴേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് പറയാം സെമി കണ്ടക്ടറിൽ ക്യാരിയേഴ്സ് ഈക്വിലിബ്രിയം കണ്ടീഷനിലാണ്, തെർമൽ ഈക്വിലിബ്രിയം കണ്ടീഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇത് കണക്ട് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് GI = α r × N0 P0 = α r Ni², which is equal to റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ RI. ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഇക്വേഷനാണ്. ഇതിൽ N0 ആൻഡ് P0 നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇക്വിലിബ്രിയം കാരിയർ കോൺസെൻട്രേഷൻ എന്നാണ് പറയുക. ഇക്വിലിബ്രിയം കാരിയർ concentration. So concentration of electrons in equilibrium condition. ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനാണ് നമ്മൾ N0 എന്ന് പറയുന്നത്. അതുപോലെ ഇക്വിലിബ്രിയം കണ്ടീഷനത്തിലെ ഹോൾ കോൺസെൻട്രേഷനാണ് നമ്മൾ P0 എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരുമ്പോൾ മാത്രമാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. GI = α r N0 P0 which is equal to α r Ni² which is equal to RI. ഇതിൽ α r നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കോഎഫിഷ്യന്റ് ഓഫ് റീകോമ്പിനേഷൻസ്, കോഎഫിഷ്യന്റ് ഓഫ് റീകോമ്പിനേഷൻ അതാണ് ആൽഫ ആറിനെ പറയുന്നത്. സോ ഈ ആൽഫ ആർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പർട്ടിക്കുലർ മെറ്റീരിയലിലെ എങ്ങനെയാണ് റീകോമ്പിനേഷൻ, ഏത് മെക്കാനിസം വഴിയാണ് റീകോമ്പിനേഷൻ നടക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ആൽഫ ആർ എന്ന് പറയുന്ന പാരാമീറ്റർ ഇരിക്കുന്നത്.
ഓക്കെ, സോ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുന്ന ഇനിയാണ് നമ്മൾ ക്വാസി ഫെർമി ലെവൽ അല്ലെങ്കിൽ ക്വാസി ഇക്വിലിബ്രിയം കൺസെപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. സോ അതിനു മുമ്പ് നമ്മൾക്കറിയാം ഈ ഇക്വിലിബ്രിയം കാരിയർ കോൺസെൻട്രേഷൻസിൻ്റെ അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. N0 ഈസ് ഈക്വൽ ടു Ni ഇൻറ്റു ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ഡിവൈഡഡ് ബൈ കെ ടി ആണ്. അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ P0 എന്ന് പറയുന്നത് Ni ഇൻറ്റു ഇ റേസ് ടു ഇ വി മൈനസ് ഇ എഫ് ബൈ കെ ടി ആണ്. ഓക്കെ, സോ ഇത് നമ്മൾ പഠിച്ചതാണ്. ഈ ഇക്വേഷൻസ് നമ്മൾ ക്വാസി ഫെർമി ലെവൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ജനറേറ്റ് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ സെയിം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, സോ N0 P0 ആണ് നമ്മളുടെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ്റെയും ഹോൾ കോൺസെൻട്രേഷൻസിൻ്റെ ഈ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിൽ Niയുടെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. Ni എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് NC ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് in valence band, effective density of states in corresponding bands into e raised to minus of Eg by 2kT. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. Ni എന്ന് പറയുന്ന പാരാമീറ്റർ ഇതിന് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇതിൻ്റെ ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കണം. സോ നമുക്ക് 3 ഇക്വേഷൻസാണ് ജനറലി ഉള്ളത്. N0 ആൻഡ് P0 Ni, ഈ 3 ഇക്വേഷൻസ് നമ്മൾ ഇനി ക്വാസി ഫെർമി ലെവൽ കണ്ടീഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് അവിടെ യൂട്ടിലൈസ് ചെയ്യും. സോ ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു ദ കോൺസെപ്റ്റ് ഓഫ് ക്വാസി ഇക്വിലിബ്രിയം. സോ നമ്മൾക്ക് സെമി കണ്ടക്ടറിൻ്റെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാലൻസ് ബാൻഡ് ഇ വി എനർജിയുണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഇ സി എനർജിയുണ്ട്, അവിടെ ബാൻഡ് ഗ്യാപ്പ് എനർജിയുമുണ്ട്. സോ ഈ സെമി കണ്ടക്ടറിൽ നമ്മൾക്ക് ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാരിയർ ജനറേഷൻ റീകോമ്പിനേഷൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ തെർമൽ ജനറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ പ്രോസസ്സ് ഉണ്ട്. സോ ദിസ് ഈസ് ബൈ ദ പ്രോസസ് ഓഫ് തെർമൽ എനർജി. സോ തെർമൽ എനർജി കൊണ്ട് നമ്മൾ സെമി കണ്ടക്ടറിൽ നമുക്ക് കുറച്ച് ഇലക്ട്രോൺസിനെയും അതിന് കറസ്പോണ്ടിങ് ആയ ഹോൾസിനെയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇക്വിലിബ്രിയം കണ്ടീഷൻ തെർമൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N0 ആൻഡ് P0 ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ സെമി കണ്ടക്ടർ സ്പെസിമെൻ കൺസിഡർ ചെയ്യുമ്പോൾ ഈ തെർമൽ എനർജി അല്ലാതെ വേറൊരു അഡീഷണൽ സോഴ്സും നമ്മൾ സെമി കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു അഡീഷണൽ എനർജി സോഴ്സ്. ഓക്കെ, ഒരു സെക്കൻഡറി എക്സൈറ്റേഷൻ കൂടി, ഒരു സെക്കൻഡറി സോഴ്സ് കൂടി നമ്മളുടെ സെമി കണ്ടക്ടറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ എനർജി സെക്കൻഡറി സോഴ്സിൽ നിന്നുള്ള എനർജി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സെമി കണ്ടക്ടറിലെ വാലൻസ് ബാൻഡിൽ നിന്ന് ലോട്ട് ഓഫ് കോവാലന്റ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഓൾറെഡി ടെമ്പറേച്ചർ തെർമൽ എനർജി അക്സെപ്റ്റ് ചെയ്ത് കുറച്ച് ഇലക്ട്രോൺസ് കുറച്ച് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പ്രൊമോട്ട് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾക്ക് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ കിട്ടി. നമ്മൾ അതിനെ N0 ആൻഡ് P0 എന്ന് വിളിച്ചു. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ എനർജി സോഴ്സ് കൂടി, അഡീഷണൽ സപ്ലൈ കൂടി നമ്മൾ സെമി കണ്ടക്ടർ സ്പെസിഫിക്കിലേക്ക് കൊടുത്തു എങ്കിൽ ആദ്യം ബ്രേക്ക് ചെയ്തതുപോലെ കുറേ നമ്പർ ഓഫ് കോവാലന്റ് ബോണ്ട്സ് മേ ബ്രേക്ക് ഹിയർ ഓൾസോ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തോ അത്രയും ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകും. സോ നമുക്കതിനെ ഒരു ബിഗ് സൈസിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് സൈസിലുള്ള ഒരു ഇലക്ട്രോൺസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡറി സോഴ്സ് കൊണ്ടുണ്ടായത്. ഇതാണ് നമ്മളുടെ പ്രൈമറി സോഴ്സ് അല്ലെങ്കിൽ തെർമൽ ജനറേഷൻ കൊണ്ടുണ്ടാകുന്ന എനർജി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി മെത്തേഡിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ എക്സ്പ്ലനേഷനിലുണ്ടായ കാരിയേഴ്സിനെ നമ്മൾ ഡാർക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയ ഹോൾ എന്ന് പറയുന്നത് ഇതിവിടെയായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നു. സോ ഇത് ഫസ്റ്റ് മെത്തേഡിലുണ്ടായ ഹോൾ, ഇത് സെക്കൻഡ് മെത്തേഡിലുണ്ടായ ഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഇക്വിലിബ്രിയം ഈ കണ്ടീഷനിൽ സോ നമ്മൾ പ്രൈമറി തെർമൽ എനർജി കറസ്പോണ്ടിങ് ആയിട്ട് കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വിലിബ്രിയം ഓൾറെഡി അറ്റൈൻ ചെയ്തു. ഓക്കെ, സോ കണ്ടക്ഷൻ ബാൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ ഈ റീകോമ്പിനേഷൻ റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാരിയേഴ്സ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് valence band. So recombination rate is proportional to number of electrons in conduction band into number of
holes in വാലൻസ് ബാൻഡ്. അതുകൊണ്ടാണ് നമ്മളതിന് ആൽഫ ആർ N0 P0 എന്ന് തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പറഞ്ഞത്. ഓക്കെ, സോ the more carriers in conduction band and in the valence band, the more will be the rate of recombinations. അത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ സെക്കൻഡറി സോഴ്സ് വഴി നമ്മൾ എക്സ്ട്രാ ക്യാരിയേഴ്സിനെ ജനറേറ്റ് ചെയ്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇവിടെ നോട്ട് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് മാറും. സോ സെക്കൻഡറി സോഴ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് വിത്തിൻ ദാറ്റ് സെക്കൻഡ് ഇറ്റ് സെൽഫ്, വിത്തിൻ ദാറ്റ് മൊമെൻറ്റ് ഇറ്റ് സെൽഫ് the equilibrium conditions will be altered. Okay, so thermal equilibration condition ഇരിക്കുന്ന കണ്ടീഷനിലാണ്, ആ സിറ്റുവേഷനിലാണ് നമ്മൾ അഡീഷണൽ എനർജി സോഴ്സ് കൊടുത്തത്. അഡീഷണൽ എനർജി സോഴ്സ് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് എനർജി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അഡീഷണൽ ഇലക്ട്രോൺസും ഹോൾസും സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിലും ജനറേറ്റ് ചെയ്തു. സോ ക്യാരിയേഴ്സിൻ്റെ എണ്ണം മാറി. സോ റേറ്റ് ഓഫ് ജനറേഷൻ ആൻഡ് റേറ്റ് ഓഫ് റീകോമ്പിനേഷൻസ് മാറും. റേറ്റ് ഓഫ് ജനറേഷൻസും റീകോമ്പിനേഷൻസും മാറുമ്പോൾ അതിൻ്റെ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലുണ്ടായിരുന്ന ആ കണ്ടീഷൻസ് അങ്ങ് മാറി. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോട്ടൽ അപ്വേർഡ് ക്യാരിയേഴ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് തെർമൽ എനർജി കറസ്പോണ്ടിങ് ആയ ഇലക്ട്രോൺ മൂവ്മെൻ്റ് ഉണ്ട്, അഡീഷണൽ സോഴ്സിന് കറസ്പോണ്ടിങ് ആയ ഇലക്ട്രോൺ മൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ റീകോമ്പിനേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്തു. സോ അപ്വേർഡ് ക്യാരിയർ ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൗൺവേർഡ്സ് ക്യാരിയർ മൂവ്മെൻറ്റ് ഓൾസോ ഇൻക്രീസ്. സോ ഫൈനലി എ കണ്ടീഷൻ വിൽ അറ്റൈൻ സച്ച് ദാറ്റ്, സോ നമ്മുടെ ന്യൂ കണ്ടീഷൻ എന്ന് പറയുന്നത് total electrons, total carriers going in upward direction is equal to total electrons moving in downward direction. ഓക്കെ, സോ പുതിയ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ പുതിയ അഡീഷണൽ എനർജി സോഴ്സ് നമ്മൾ കൊടുത്തപ്പോൾ ക്യാരിയേഴ്സിൻ്റെ എണ്ണം ടോട്ടലി ഡിസ്റ്റർബ്ഡായി. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എത്തുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ടോട്ടൽ ഇപ്പോൾ പുതിയ ആദ്യം N0 and P0 അല്ല, നമ്മൾക്ക് ഇവിടെ N and P ആണ് ടോട്ടൽ ഇലക്ട്രോൺസ് മേളിലേക്കും താഴേക്കും പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് N ഉം P ആണ്. ആ N എന്ന് പറയുന്നത് N0 പ്ലസ് ഡെൽറ്റ N ആണ്. N0 എന്ന് പറയുന്നത് തെർമൽ ജനറേറ്റഡ് ഇലക്ട്രോൺസ്, ഡെൽറ്റ N എന്ന് പറയുന്നത് സെക്കൻഡറി സോഴ്സ് കൊണ്ട് ജനറേറ്റ് ചെയ്ത ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ഈ N0 പ്ലസ്, സോ N ഈക്വൽ ടു N0 പ്ലസ് ഡെൽറ്റ N, അതുപോലെ P ഈക്വൽ ടു P0 പ്ലസ് ഡെൽറ്റ P. സോ ഡെൽറ്റ N ആൻഡ് ഡെൽറ്റ P എന്ന് പറയുന്ന നമ്പേഴ്സാണ് നമ്മളുടെ അഡീഷണൽ എനർജി അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് കൊണ്ടുണ്ടായ ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ പുതിയ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ ഈ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N ഉം P യുമായിരിക്കും. സോ വാട്ട് എവർ ബി ദ റീസൺ, നമ്മൾക്കറിയാവുന്ന ഒരു കണ്ടീഷനാണ് ഈ ഇലക്ട്രോൺസും ഹോൾസും ഓൾവേസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോൾ പെയേഴ്സ് ആയിരിക്കും, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആയിട്ടായിരിക്കും. അതായത് ഈ സെക്കൻഡറി സോഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂസ് ന്യൂമറിക്കലി ഈക്വൽ ആയിരിക്കും. സോ N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടെങ്കിൽ P നമ്പർ ഓഫ് ഹോൾസ് നമുക്ക് സെയിം, അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അത്രയും ഹോൾസ് നമുക്ക് വാലൻസ് ബാൻഡിലും ഉണ്ടായിരിക്കും. സോ N ഈസ് ഈക്വൽ ടു P ആയിരിക്കും. സോ ഈ N ഈസ് ഈക്വൽ ടു P ആകുന്ന കണ്ടീഷൻസ്, നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ് ആൻഡ് നമ്പർ ഓഫ് ഹോൾസ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് രണ്ടും ഈക്വൽ ആകുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് പറയാൻ പറ്റും അതൊരു പുതിയ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ്. ആ ഇക്വിലിബ്രിയം കണ്ടീഷനെ വിച്ച് യൂട്ടിലൈസസ് നമ്പർ ഓഫ് ക്യാരിയേഴ്സ് വിത്ത് സപ്പോർട്ട് ഓഫ് തെർമൽ എനർജി ആൻഡ് വിത്ത് സപ്പോർട്ട് ഓഫ് അഡീഷണൽ എക്സ്ട്രാ സോഴ്സ് ഓഫ് എനർജി, ആ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി-ഫെർമി ലെവൽ. സോ ക്വാസി-ഫെർമി ലെവലിൽ ക്യാരിയേഴ്സ് എന്ന് പറയുന്ന ഒരിക്കലും N0 P0 ആയിരിക്കില്ല. ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് N0 പ്ലസ് ഡെൽറ്റ N ആൻഡ് ഹോൾസ് എന്ന് പറയുന്നത് P0 പ്ലസ് ഡെൽറ്റ P, വെർ ഡെൽറ്റ N ആൻഡ് ഡെൽറ്റ P ആർ ദ ക്യാരിയേഴ്സ് ജനറേറ്റഡ് ബൈ ദ എനർജി ഫ്രം എക്സ്ട്രാ ഓർ അഡീഷണൽ സോഴ്സ്. ഓക്കെ, സോ ഈ സമയത്ത് നമ്മളുടെ കണ്ടക്ഷൻ ബാൻഡിലും വാലൻസ് ബാൻഡിലും എക്സസ് ക്യാരിയേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഈ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ക്യാരിയേഴ്സിനെ നമ്മൾ എക്സസ് ക്യാരിയേഴ്സ് എന്ന് വിളിക്കും. Excess carriers in semiconductor. So excess carriers are the carriers generated within the semiconductor by a method other than the thermal energy. Thermal energy അല്ലാതെ വേറൊരു സെക്കൻഡറി സോഴ്സ് കൊണ്ട് നമ്മുടെ സെമികണ്ടക്ടറിൽ ഉണ്ടാകുന്ന ക്യാരിയേഴ്സിനെയാണ് നമ്മൾ എക്സസ് ക്യാരിയേഴ്സ് എന്ന്
പറയുന്നത്. ഓക്കെ, സോ ഈ എക്സസ് കാരിയേഴ്സ് ഈക്വൽ ആകുന്ന കണ്ടീഷൻസ്, ആ കണ്ടീഷന് നമ്മൾ എന്ത് പറയുന്നത് സെമി വാട്ട് വിൽ യു സേ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത്. സോ നമ്മൾ ഫെർമി ഇക്വേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, സോ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻസ് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഫെർമി ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പേഷൻ അറ്റ് എനർജി ലെവൽ ഇ ഐ ഓർ ഇ എന്ന് പറയുന്നത് ഈസ് ഗിവൺ ബൈ 1 + e - EF by KT. ഇതാണ് നമ്മളുടെ ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നോർമൽ സെമി കണ്ടക്ടറിൽ തെർമൽ എനർജി മാത്രം കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള എനർജി അല്ലെങ്കിൽ ഫെർമി ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തത് ഈ ഫോർമുലയാണ്. 1/1 + e - EF by KT. അതിൽ EF എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫെർമി എനർജി ലെവൽ നമ്മൾ കൺസെപ്റ്റ് അറിയാം. ഇറ്റ്സ് ആൻ എനർജി ലെവൽ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പേഷൻ ആസ് 1/2. പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പേഷൻ 1/2 ആകാനുള്ള എനർജി ലെവലിനെയാണ് നമ്മൾ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പുതിയ കണ്ടീഷനിൽ സെക്കൻഡറി സോഴ്സ് വെച്ചിട്ടുണ്ടായ ഇക്വിലിബ്രിയം, ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവിടെ നമുക്ക് n ഇലക്ട്രോൺസ് ആണുള്ളത്, ഇവിടെ നമുക്ക് p ഹോൾസ് ആണുള്ളത്, സച്ച് ദാറ്റ് n0 + Δn ആണ് ഇവിടെ p0 + ഡെൽറ്റ പി ആണ്. ഓക്കെ, സോ നമ്മളുടെ സെമി കണ്ടക്ടർ ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയിരുന്നു എങ്കിൽ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ എനർജി അല്ലെങ്കിൽ ഫെർമി ഫംഗ്ഷൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതനുസരിച്ച് ഈ രീതിയിലായിരിക്കും. EV ഉണ്ട്, EC ഉണ്ട്. ഈ സ്കെയിലിൽ പ്രോബബിലിറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രോബബിലിറ്റി 1/2 വരുന്നുണ്ട്, ഇവിടെ പ്രോബബിലിറ്റി 1 വരുന്നുണ്ട്. ഇൻട്രിൻസിക് മെറ്റീരിയൽ ആയതുകൊണ്ട് എക്സാക്ട്ലി അറ്റ് ദ സെൻറ്റർ ആയിരിക്കും ഇൻട്രിൻസിക് ലെവലും ഫെർമി ലെവലും എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് പ്ലോട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/2 വരുന്നത് ഈ രീതിയിലായിരിക്കും അതിൻ്റെ പ്ലോട്ട്. സോ മാക്സിമം പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത് ഫോർ ദോൾസ് എനർജി ലെസ് ദാൻ EF നമുക്ക് 100% ഓക്യുപ്പേഷൻ പ്രോബബിലിറ്റി കിട്ടും. ഫോർ എനർജി ഗ്രേറ്റർ ദാൻ EF നമുക്ക് 0% ആയിരിക്കും അറ്റ് 0 കെൽവിനിൽ. സോ അറ്റ് റൂം ടെമ്പറേച്ചറിൽ നമ്മൾക്ക് ഒരു ഒരു ഫൈനൈറ്റ് Δn0 ഇലക്ട്രോൺസ് നമുക്ക് കണ്ടക്ഷൻ ബാൻഡിൽ എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ട് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് വിച്ച് വിൽ നോട്ട് ടച്ച് അവർ എക്സ് ആക്സിസ്, ഇൻസ്റ്റെഡ് ഇറ്റ് വിൽ ബി ഗോയിങ് ലൈക്ക് ദിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതായിരിക്കും നമ്മളുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മളെ ഇൻട്രിൻസിക് മെറ്റീരിയലിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫെർമി ഫംഗ്ഷൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. നമ്മൾ ഫെർമി ലെവലിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, സോ ഇതൊരു സിമെട്രിക് പ്ലോട്ട് ആയിരിക്കും, അത് വരച്ചപ്പോൾ വ്യത്യാസമാണ്. ഓക്കെ, സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സോ ഇൻ ഈ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന സെക്കൻഡറി സോഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N0 and P0 ബോത്ത് ഈക്വൽ ആയിരുന്നു. അത് N0 + Δn = P0 + Δp എന്ന് പറയുന്ന പുതിയ ഒരു കോൺസെൻട്രേഷനിലേക്ക് മാറി. അതിൻ്റെ അർത്ഥം വി ഹാവ് മോർ ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ദാൻ യൂഷ്വൽ ആൻഡ് വി ഹാവ് മോർ ഹോൾസ് ഇൻ വാലൻസ് ബാൻഡ്. അതായത് വാലൻസ് ബാൻഡിലെയും കണ്ടക്ഷൻ ബാൻഡിലെയും കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. സോ നമ്മൾ N ടൈപ്പ് മെറ്റീരിയൽ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, N ടൈപ്പ് മെറ്റീരിയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ N ടൈപ്പ് മെറ്റീരിയലിൽ കണ്ടക്ഷൻ ബാൻഡിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമ്മൾക്കിവിടെ EV ഉണ്ട്, ഇവിടെ EC ഉണ്ട്. സോ അതിൻ്റെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് വിൽ ബി മോർ ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. സോ നമ്മളുടെ ഫെർമി എനർജി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ 50% പ്രോബബിലിറ്റി വരാനുള്ള സാധ്യത മോർ ക്ലോസ് ടു EC ആയിരിക്കും. സോ നമ്മളുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ നമുക്ക് കിടക്കുന്നത് മോർ ഇവിടുത്തെ വരച്ചതിനേക്കാളും കൂടുതൽ ഓക്യുപ്പേഷൻ പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് നമ്മളുടെ ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇതാണ് നമ്മളുടെ N മെറ്റീരിയലിൻ്റെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ P ടൈപ്പ് മെറ്റീരിയലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മൾക്കിവിടെ EV ഉണ്ട്, ഇവിടെ EC ഉണ്ട്, ദെൻ 1/2, ദെൻ 1. സോ നമുക്കറിയാം അക്സെപ്റ്റർ ലെവലായതുകൊണ്ട് ഫെർമി ലെവൽ വിൽ മൂവ് ടുവേർഡ്സ് ദ വാലൻസ് ബാൻഡ്. സോ നമ്മളുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ എനർജി അല്ലെങ്കിൽ ഫെർമി എനർജി എന്ന് പറയുന്നത് ക്ലോസ് ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ അതുകൊണ്ട് നമ്മളുടെ ഫെർമി ഫംഗ്ഷൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും
അതിൻ്റെ ഒരു വേരിയേഷൻ പോവാം. ഓക്കെ, സോ Fermi function will move upwards for the n material and Fermi function will move downwards for the പി മെറ്റീരിയൽ. അതാണ് നോർമലായിട്ടുള്ളത്. സോ ഈ കേസ് നമ്മളുടെ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരുമ്പോൾ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിലെ പ്രത്യേകത നമ്മൾക്കറിയാം. ഇൻട്രിൻസിക് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മളുടെ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഒന്നുകൂടി വരച്ച് കാണിക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഇ എഫ് എന്ന് പറയുന്നത്. ഇത് ഇ സി, ഇത് ഇ വി 1/2, then 1/2, 1 ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്രോക്സിമേറ്റ് സ്കെച്ച് ഇങ്ങനെയായിരിക്കും. ഓക്കെ, സോ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരുമ്പോൾ, സോ ഇൻ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്കറിയാം കാരിയർ കോൺസെൻട്രേഷൻ എൻ എന്ന് പറയുന്നത് ഈസ് മോർ ദാൻ n0. അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ പി എന്ന് പറയുന്നത് മോർ ദാൻ P0 ആണ്. സോ സെയിം ടൈമിൽ നമ്മൾക്ക് വാലൻസ് ബാൻഡിലും കണ്ടക്ഷൻ ബാൻഡിലും മോർ ഇലക്ട്രോൺസ് ഉണ്ട്, വാലൻസ് ബാൻഡിൽ മോർ ഹോൾസ് ഉണ്ട്. സോ സെയിം ടൈം ഈ നമ്പർ ഓഫ് കാരിയേഴ്സ് കണ്ടക്ഷൻ ബാൻഡിൽ കൂടുതലാണ് എന്ന് കാണിക്കണമെങ്കിൽ ഫെർമി ലെവൽ എന്തായിരിക്കണം? ഷുഡ് മൂവ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അതേപോലെ തന്നെ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയലിനെ പോലെ ഫെർമി ലെവൽ താഴേക്ക് മൂവ് ചെയ്യണം. സോ ഈ കാരിയർ കോൺസെൻട്രേഷനെ ഫെർമി ലെവൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഫെർമി ലെവൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ സെയിം ടൈം ഇൻട്രിൻസിക് മെറ്റീരിയലിൽ 50% ഹാഫ് വേ ത്രൂ ഉണ്ടായിരുന്ന ഫെർമി ലെവൽ എൻ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു എന്ന് കാണിക്കാനായിട്ട് ഫെർമി ലെവലിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കണം. അതുപോലെ സെയിം കോൺസെൻട്രേഷൻ, ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സെയിം ക്വാണ്ടിറ്റിയാണ്. സോ ആ ഹോൾ കോൺസെൻട്രേഷനെ മൂവ് ചെയ്യണമെങ്കിൽ, സോ ഇത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫെർമി ലെവൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിക്കണം. അതായത് ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഷുഡ് മൂവ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അതുപോലെ ഹോൾ കോൺസെൻട്രേഷനെ കാണിക്കണമെങ്കിൽ ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ ഇ എഫ് എന്നും, ഹോൾ കോൺസെൻട്രേഷനെ കാണിക്കാനായിട്ട് ഇ എഫ് എച്ച് എന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇ എഫ് എച്ച് എന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫെർമി ലെവൽ നമ്മൾ താഴേക്ക് മൂവ് ചെയ്യണം. സോ സെയിം ടൈം ഇൻട്രിൻസിക് മെറ്റീരിയലിൽ ഹാഫ് വേ ത്രൂ ഇരിക്കുന്ന ഫെർമി ലെവലിനെ നമ്മൾക്ക് എങ്ങനെ മുകളിലേക്കും അതേസമയം ഒരേ ലെവൽ തന്നെ താഴേക്കും കൊണ്ടുവരാൻ പറ്റും? ഒരു എനർജി ലെവലിനെ രണ്ട് ഡയറക്ഷനിലേക്ക് സെയിം ടൈം മൂവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫെർമി ലെവൽ രണ്ട് എനർജി ബാൻഡായിട്ട് split ചെയ്യും. Okay, such that one Fermi level move towards upward direction and at the same time another Fermi level move downwards. So upward one will be for or corresponding to the electron concentration in the conduction band, and the downward Fermi level will be corresponding to the hole concentration in the valence band. So same ഒരു EF energy എന്ന് പറയുന്ന Fermi level നമ്മൾക്ക് രണ്ട് Fermi level ആയിട്ട് split ചെയ്യും. ഒരു ഫെർമി ലെവലിനെ നമ്മൾ ഇ എഫ് എൻ എന്നും അടുത്ത ഫെർമി ലെവലിനെ നമ്മൾ ഇ എഫ് എച്ച് എന്ന് എഴുതും. ഈ രണ്ട് ഫെർമി ലെവൽസിനെയും നമ്മൾ ചേർത്ത് കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്വാസി ഫെർമി ലെവൽ ഈസ് two Fermi levels which describes electron concentration in conduction band and hole concentration or electron concentration in valence band within the same semiconductor under the same situation. ഒരേ സമയം ഒരേ മെറ്റീരിയലിൽ രണ്ട് കോൺസെൻട്രേഷൻസ് വരെയാണ് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും. സോ വാലൻസ് ബാൻഡിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരു ഫെർമി ലെവലും കണ്ടക്ഷൻ ബാൻഡിൽ കോൺസെൻട്രേഷൻ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വേറൊരു ഫെർമി ലെവലും. ഈ രണ്ട് ഫെർമി ലെവൽസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. സോ ഈ സിറ്റുവേഷനിൽ നമ്മളുടെ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കും. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു അവർ ഫെർമി ഫംഗ്ഷൻ പ്ലോട്ട്. ഈ ഫെർമി ഫംഗ്ഷൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഓരോ സെയിം ടൈമിൽ കണ്ടക്ഷൻ ബാൻഡിലേക്കും വാലൻസ് ബാൻഡിലേക്കും മൂവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ രീതിയിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ കണ്ടക്ഷൻ എനർജി, ഇതാണ് നമ്മളുടെ വാലൻസ് എനർജി, ഇതാണ് ഇൻട്രിൻസിക് മെറ്റീരിയലിലെ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് പ്രോബബിലിറ്റി 1/2, ഇവിടെയാണ് പ്രോബബിലിറ്റി 1. സോ അതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും നമ്മളുടെ ഫെർമി പ്ലോട്ട് എന്ന് പറയുന്നത്, ഇൻട്രിൻസിക് മെറ്റീരിയലിൻ്റെ ഫെർമി പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇ എഫ് എൻ കണ്ടക്ഷൻ ബാൻഡിലെ ഫെർമി പ്ലോട്ടിൻ്റെ
ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഇ എഫ് എൻ. അപ്പോൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ വാലൻസ് കണ്ടക്ഷൻ ബാൻഡ് കാണിക്കാനായിട്ട് എൻ്റെ കോൺസെൻട്രേഷൻ കാണിക്കാനായിട്ട് നമ്മൾക്കുള്ള ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇ എഫ് എൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഇ എഫ് എൻ എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. സോ ഇവിടെ ആയിരിക്കും നമ്മളുടെ ഇ എഫ് എൻ എന്ന് പറയുന്ന എനർജി. സോ 1/2 പ്രോബബിലിറ്റി നമ്മൾക്ക് ഇവിടെയാണ് എനർജി വരിക. സോ അതിന് കറസ്പോണ്ടിങ് ആയ എനർജി അല്ലെങ്കിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് എന്ന് പറയുന്നത് വി ക്യാൻ എക്സ്പെക്ട് മോർ പ്രോബബിലിറ്റി ഹിയർ ആൻഡ് ഇറ്റ് വിൽ ബി മൂവിങ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ന്യൂ ഫെർമി ഫങ്ഷൻ. ആ ഫെർമി ഫംഗ്ഷൻ എന്നത് കണ്ടക്ഷൻ ബാൻഡിലായതുകൊണ്ട് നമുക്കതിന് എഫ് സി ഓഫ് ഇ എന്ന് എഴുതാം. സോ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്. ഈ ഫെർമി ഫംഗ്ഷൻ ആയിരിക്കും. അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ ഫെർമി ഫംഗ്ഷൻ എഫ് സി ഓഫ് ഇ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എഫ് ഓഫ് ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/1 + e⁻ കെ ടി ആണ്. സോ എഫ് സി ഓഫ് ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഇ സി അല്ല, നമ്മൾ അത് എഴുതിയാണ് ഇ എഫ് ആണ്. e⁻ef/kT ആണ്. സോ എഫ് സി ഓഫ് ഇയിലെ ഒരേ വ്യത്യാസം എന്ന് പറയുന്നത് ഇ എഫിനെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അവിടെ ഇ എഫ് എൻ കൊടുക്കണം. സോ ദാറ്റ് ഇക്വേഷൻ ബിക്കം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബിക്കം 1/1 + e⁻efc or EFN. നമ്മൾ യൂസ് ചെയ്ത സിമ്പിൾ FN ആണ്. EFN/kT. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫെർമി ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്, സോ ഇൻ കണ്ടക്ഷൻ ബാൻഡ് ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എനർജി ലെവലിനെ നമ്മൾ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ രീതിയിലും ചില ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാൻ പറ്റും. എഫ് സി ഓഫ് ഇ എന്ന് പറയുന്നത് 1/1 + e⁻efn/kT എന്നും, അതുപോലെ വാലൻസ് ബാൻഡിൽ കറസ്പോണ്ടിങ് ആയ ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലോസ് ടു ദ വാലൻസ് ബാൻഡ് ആയിരിക്കും. സോ ആ വാലൻസ് ബാൻഡിലെ നമ്മളുടെ ഫെർമി ഫംഗ്ഷൻ്റെ സിമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് EF പി എന്നാണ്. സോ ഇ എഫ് പിക്ക് കറസ്പോണ്ടിങ് ആയ ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ലെവൽ, ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്ന നമ്മൾ കിട്ടുന്ന പൊസിഷൻ ഇവിടെയായിരിക്കും. ഇതാണ് നമ്മളുടെ ഇ എഫ് പി എന്ന് പറയുന്നത്. സോ ഇവിടെ ആയിരിക്കും നമുക്ക് 1/2 പ്രോബബിലിറ്റി കിട്ടുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയ ഫെർമി പ്ലോട്ട് എന്ന് പറയുന്നത് ക്ലോസ് ടു 0 ആയിരിക്കും. ക്ലോസ് ടു 0 ആയിട്ട് നിങ്ങൾ വരയ്ക്കണം. സോ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ 1/2 വരും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ അടുത്ത ഫെർമി ഫംഗ്ഷൻ എഫ് വാലൻസ് ബാൻഡ് അതിനറിയാം എഫ് വി ഓഫ് ഇ എന്ന് പറയുന്നത്. എഫ് വി ഓഫ് ഇയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിം ഫോർമുല തന്നെയായിരിക്കും. 1/1 + e⁻efp/kT. ഇതാണ് നമ്മളുടെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിലെ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സമയത്ത് ഇവിടെ ഇ വി സി ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇ മൈനസ് എന്ന് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി e⁻efp ആൻഡ് ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ. സോ ഇതിലാണ് നമ്മൾ രണ്ട് ഫോർമുലയായിട്ട് വരുന്നത്. ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഫോർമുലയായിട്ട് വരുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, സോ നമുക്ക് രണ്ട് ഫെർമി ഫംഗ്ഷൻ കിട്ടി. എഫ് സി ഓഫ് ഇ കിട്ടി, എഫ് വി ഓഫ് ഇ കിട്ടി. രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ രണ്ട് എനർജി കോൺസെൻട്രേഷൻസ് രണ്ട് ബാൻഡിലുള്ള ക്യാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ടായിരിക്കും. സോ കമ്മിങ് ബാക്ക് ടു അവർ എക്സ്പ്ലനേഷൻ. 1 minute. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ പ്ലോട്ട് നമ്മൾ പഠിക്കണം. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ക്യാരിയേഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. N0 ആൻഡ് P0 ഇക്വേഷൻ നമ്മൾ അവിടെ എഴുതി. N0 എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് NC × e⁻ef-EC/kT ആണ് N0 ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ തെർമൽ ഇക്വിലിബ്രിയം, അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ P0 എന്ന് പറയുന്നത് NV × e⁻ef/kT ആണ്. ഓക്കെ, സോ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വരുമ്പോൾ അവിടുത്തെ നമ്മൾ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N ആണ്. വേറെ N ഈസ് ഈക്വൽ ടു നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു N0 + Δn. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ഈ ഇക്വേഷൻ നമ്മൾ ഈ ഇ എഫിനെ ക്വാസി ഫെർമി ലെവൽ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NC ×
EFN മൈനസ് EC ഡിവൈഡഡ് ബൈ KT ആയിരിക്കും. അതുപോലെ ഹോൾ കോൺസെൻട്രേഷൻ P എന്ന് പറയുന്നത് NV ഇൻറ്റു E റേസ് ടു EV മൈനസ് EFP ഫെർമി ഫോർ വാലൻസ് ബാൻഡ് ഡിവൈഡഡ് ബൈ KT ആയിരിക്കും. സോ ഇത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ടും ഇത് ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ നമുക്ക് കാരിയർ കോൺസെൻട്രേഷൻ ഇക്വേഷൻ കിട്ടി N ഈക്വൽ ടു NC ഇൻറ്റു E റേസ് ടു EFN മൈനസ് EC ബൈ KT ഇൻ conduction band, and Hall concentration P is equal to NV into E raised to EV minus EFP by KT in valence band under quasi-equilibrium. ക്വാസി ഇക്വിലിബ്രിയം ആവുന്ന കണ്ടീഷനിൽ മാത്രമാണ് ഇക്വേഷൻസ് നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ സാധാ ഒരു ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്നത് പോലെ N ഇൻറ്റു P ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ N ഇൻറ്റു P ഈസ് ഈക്വൽ ടു നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്നത് 5 ഇൻറ്റു 6 ഇക്വേഷൻ 5 ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് N ഇൻറ്റു P ആയിരിക്കും. ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് NC into E raised to EFN minus EC divided by KT into NV into E raised to EV minus EFP by KT എന്ന് എഴുതാൻ പറ്റും. which is equal to NC into NV into E raised to ഈ പവർ ആഡ് ചെയ്ത് വരുമ്പോൾ EFN minus EC plus EV minus EFP divided by KT എന്ന് എഴുതാൻ പറ്റും. which is equal to NC into NV into E raised to EFN minus EFP ചേർത്ത് എഴുതാം. സോ E raised to EFN minus EFP then നമുക്കതിന് മൈനസ് ഓഫ് EC മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ EV മൈനസ് EC എന്ന് എഴുതാൻ പറ്റും. ഇവിടെ മൈനസ് പുറത്തെടുത്തു EC മൈനസ് EV മൈനസ് EC മൈനസ് ഓഫ് EV മൈനസ് EC what is where it is went wrong minus of EC minus EV sorry EC minus EV okay so minus EC minus of minus plus EV എന്ന് എഴുതാൻ പറ്റും. which is equal so നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് N ഇൻറ്റു P is equal to NC ഇൻറ്റു NV ഇൻറ്റു ഇതിന് ഡിവൈഡ് ബൈ KT ഉണ്ട് സോറി ഡിവൈഡ് ബൈ സോ ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ E റേസ് ടു മൈനസ് ഓഫ് EC മൈനസ് EV ബൈ KT ഇൻറ്റു E റേസ് ടു EFN മൈനസ് EFP by KT എന്ന് എഴുതാൻ പറ്റും. which is equal to സോ നമ്മൾക്കറിയാം which is equal to NC into NV into E raised to minus EG EC minus EV എന്ന് പറയുന്ന ഈ എനർജി ബാൻഡ് ഗ്യാപ്പാണ്. സോ മൈനസ് EG by KT into E raised to EFN minus EFP divided by KT എന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ദെൻ N ഇൻറ്റു P is equal to നമ്മൾക്കറിയാം ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന ഈ 3 ടേംസ് എന്ന് NC ഇൻറ്റു NV ഇൻറ്റു E raised to മൈനസ് EG by KT എന്ന് പറയുന്നത് NI സ്ക്വയർ ആണ് ഇൻറ്റു E raised to EFN മൈനസ് EFP ഡിവൈഡഡ് ബൈ KT എന്ന് കിട്ടി. സോ നമ്മൾക്ക് ക്വാസി ഫെർമി കണ്ടീഷൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണെങ്കിലും നോർമൽ തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിലും N ഈസ് ഈക്വൽ ടു P ആയിരിക്കും. സോ നമ്മൾക്ക് എഴുതാൻ പറ്റും N ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു സേ N ആണ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ N സ്ക്വയർ ഈസ് ഈക്വൽ ടു NI സ്ക്വയർ ഇൻറ്റു E റേസ് ടു EFN മൈനസ് EFP ഡിവൈഡഡ് ബൈ KT എന്ന് എഴുതാം. ദാറ്റ് മീൻസ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ N ഈസ് ഈക്വൽ ടു NI ഇൻറ്റു E റേസ് ടു EFN divided by EFP divided by the whole raised to 1/2 ആയതുകൊണ്ട് ഇവിടെ 2 KT എന്ന് വരും. സോ ഈ ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷനിലെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് N is equal to NI into E raised to EFN minus EFP by KT അതേ ഫോർമുല തന്നെയായിരിക്കും ഹോൾ കോൺസെൻട്രേഷൻ P എന്ന് പറയുന്നത്. സോ N is equal to P is equal to NI into E raised to EFN minus EFP by 2 KT ആണ് ക്വാസി ഇക്വിലിബ്രിയം കണ്ടീഷൻസിൻ്റെ ക്യാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇക്വിലിബ്രിയം തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്കറിയാം N ഈസ് ഈക്വൽ ടു NI ആണ്. സോ ഇവിടെ NI ഇൻറ്റു E റേസ്ഡ് ടു EFN മൈനസ് EFP ബൈ 2 KT ആയിട്ട് മാറും. അതായത് ക്യാരിയർ കോൺസെൻട്രേഷൻ വിൽ ബി മോഡുലേറ്റഡ് വിത്ത് എ ടേം E റേസ്ഡ് ടു EFN മൈനസ് EFP ഡിവൈഡ് ബൈ 2 KT.
ഓക്കെ, സോ ഇൻട്രൻസിക് മെറ്റീരിയലാണ് നമുക്കറിയാം EFNും EFPയും നമ്മൾ വരച്ചതനുസരിച്ച് ഇവിടെ നമുക്ക് EV ഉണ്ട്, ഇവിടെ EC ഉണ്ട്, ഇവിടെയാണ് EFN ഇരിക്കുന്നത്, ഇവിടെയാണ് നമ്മളുടെ EFP ഇരിക്കുന്നത്. ഇൻട്രൻസിക് മെറ്റീരിയൽ ആകുമ്പോൾ EFN താഴേക്ക് വരും, EFP മുകളിലേക്ക് വരും, സെയിം ലെവലായ EIയിലോട്ട് മാറും EF എന്ന് പറയുന്നത്. സോ ദാറ്റ് ദിസ് ഡിഫറൻസ് ബിക്കം 0. സോ E⁻0 എന്ന് പറയുന്നത് 1 ആണ്, N ബിക്കം Ni ബിക്കം N0. സോ ഇൻട്രൻസിക് കാരിയർ കോൺസെൻട്രേഷൻ നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. സോ നമ്മൾക്ക് ഈ അഡീഷണൽ അല്ലെങ്കിൽ എക്സസ് സോഴ്സ് വഴി എക്സസ് കാരിയർ ജനറേഷൻ ഉണ്ടാകുന്ന കോൺസെൻട്രേഷൻ്റെ ഒരു ഇൻക്രീസിങ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ, എക്സ്പൊണൻഷ്യലി പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ക്വാസി ഫെർമി ലെവൽസ്. EFN മൈനസ് EFPയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ EFN മൈനസ് EFP ഈ ഡിഫറൻസ് എന്ന് പറയുന്ന EFN മൈനസ് EFP ഈസ് ഈക്വൾ ടു 0 ആണെങ്കിൽ ബോത്ത് ആർ അറ്റ് ദ EF ലെവൽ. നമുക്കറിയാം അത് ഇൻട്രൻസിക് മെറ്റീരിയൽ ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു N ഈക്വൾ ടു N0. ദെൻ EFN മൈനസ് EFP എന്ന് പറയുന്ന ഈ ഫിഗർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മളുടെ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ Ni ഈസ് ഈക്വൾ ടു Ni ഇൻറ്റു എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, സോ Ni ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ Ni. സോ നമുക്ക് ഈ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ക്യാരിയേഴ്സിനെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് ഇലക്ട്രോൺ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എക്സസ് ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്തതുകൊണ്ട് ആ മെക്കാനിസത്തിനനുസരിച്ചായിരിക്കും ഈ ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് പറയുന്നത്. സോ എന്ത് മെത്തേഡ് വഴിയാണ് നമ്മൾ എക്സസ് ക്യാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്, ആ മെത്തേഡ്സിനനുസരിച്ചായിരിക്കും ഈ EFN മൈനസ് EFP എന്ന് പറയുന്ന ഡിഫറൻസ് ഇരിക്കുന്നത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെത്തേഡ്. സെക്കൻഡറി മെത്തേഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ഡിഫറൻസ് ഇരിക്കുന്നത്. ആ ഡിഫറൻസിനനുസരിച്ചായിരിക്കും നമ്മളുടെ ക്വാസി-ഇക്വിവലന്റ് കണ്ടീഷനിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇത് കേസ് 2 ആണ്, ഇത് കേസ് 1 ആണ്. തേർഡ് കേസിൽ EFN മൈനസ് EFP എന്ന് പറയുന്ന ഈ ഡിഫറൻസ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും N എന്ന് പറയുന്നത് N ഈസ് ഈക്വൾ ടു ഓർ N ഈസ് ലെസ് ദാൻ Ni, because this e raised to a negative term varum, so 1 by exponential varum, so quantity will reduce. So we can expect a less number of carriers in conduction band, or less carriers in our bands than intrinsic carrier കോൺസെൻട്രേഷൻ. സോ ഇൻട്രൻസിക് കാരിയറിനേക്കാളും കുറഞ്ഞ ഒരു കണ്ടീഷൻസ് വരണമെങ്കിൽ EFN മൈനസ് EFP എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് പോകണം. സോ എങ്ങനെ നമുക്ക് EFN മൈനസ് EFP നെഗറ്റീവും പോസിറ്റീവും ആക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഡയോഡിൻ്റെ കേസ് എടുത്ത് പറഞ്ഞു. ഡയോഡ് നമ്മൾ പിന്നീട് വേറൊരു മൊഡ്യൂൾ പഠിക്കുന്നതാണ്. സോ ഒരു ഡയോഡ് P മെറ്റീരിയലും N മെറ്റീരിയലിനും നമ്മൾ ഫോർവേഡ് ബയാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്ന രണ്ട് മെറ്റീരിയലിൻ്റെയും ഫെർമി ഫങ്ഷൻസ് വിൽ മൂവ് away from each other, so that this difference become a positive number. ഓക്കെ, ആൻഡ് സെക്കൻഡ് കേസിൽ നെഗറ്റീവ് ആവുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം PN ജംഗ്ഷൻ നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് രണ്ട് ഫെർമി ലെവലും സെയിം ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഇങ്ങനെ opposite ഡയറക്ഷനിൽ മൂവ് ചെയ്യും, സച്ച് ദാറ്റ് ഡിഫറൻസ് ബിക്കം നെഗറ്റീവ്. സോ EFN മേളിലേക്കും EFP താഴേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് EFN മൈനസ് EFP ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ദെൻ EFN താഴേക്കും EFP മേളിലേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അപ്രോച്ചിങ് ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് EFN മൈനസ് EFP ലെസ് ദാൻ 0 ആയിട്ട് വരുന്ന കേസായിരിക്കും. അതിൻ്റെ അകത്ത് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് NA കുറവായിരിക്കും. സോ ലെസ് കാരിയേഴ്സ് കിട്ടുന്ന നമുക്ക് റിവേഴ്സ് ബയാസിലായിരിക്കും. സോ റിവേഴ്സ് ബയാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ്. റിവേഴ്സ് ബയാസിലെ ഇൻട്രൻസിക് മെറ്റീരിയൽ കോൺസെൻട്രേഷനേക്കാൾ കുറഞ്ഞ കോൺസെൻട്രേഷൻ ആയിരിക്കും നമ്മൾക്ക് സെമി കണ്ടക്ടർ സ്പെസിഫിക്കലി കിട്ടുക. അതേസമയം ഫോർവേഡ് ബയാസിൽ ഇൻട്രൻസിക് കാരിയർ കോൺസെൻട്രേഷനേക്കാളും വളരെ കൂടുതലായ മെറ്റീരിയൽ കോൺസെൻട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കാരിയർ കോൺസെൻട്രേഷൻ ആയിരിക്കും നമുക്ക് സെമി കണ്ടക്ടർ മെറ്റീരിയലിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. സോ ഇതാണ് ക്വാസി ഫെർമി ലെവൽസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. രണ്ട് ഫെർമി ലെവൽ ഉപയോഗിച്ച് ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ആ മെത്തേഡ് നമ്മൾ ക്വാസി ഫെർമി ലെവലിൽ ഉപയോഗിക്കുന്നത്. സോ ദിസ് ഫെർമി ലെവൽസ് EFN ആൻഡ് EFP വിൽ റീറ്റെയിൻ ഇൻ അവർ സെമി കണ്ടക്ടർ ആസ് ലോങ് ആസ് ദ സെക്കൻഡറി സോഴ്സ് ഈസ് ആക്റ്റീവ്. എപ്പോഴെങ്കിലും നമ്മൾ സെക്കൻഡറി സോഴ്സിനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെക്കൻഡറി സോഴ്സിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തെർമൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലേക്ക് മാറും.
തെർമൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനിലേക്ക് മാറുമ്പോൾ ഈ എഫ് എനും ഈ എഫ് പിയും സെയിം എനർജി ലെവലിലേക്ക് വന്ന് അലൈൻ ചെയ്യും. അപ്പോൾ ആ ഇ എഫ് എന്ന് പറയുന്ന ഒരൊറ്റ എനർജി ലെവൽ അല്ലെങ്കിൽ ഒറ്റ ഫെർമി ഫംഗ്ഷൻ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻസ് N0 P0 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇൻട്രിൻസിക് ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലാതെ, തെർമൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലാത്ത ഏതെങ്കിലും സിറ്റുവേഷനിൽ എക്സസ് കാരിയേഴ്സ് ജനറേറ്റ് ചെയ്ത് അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരുമ്പോൾ ആ സമയത്തുള്ള ഇലക്ട്രോൺസിൻ്റെയും ഹോൾസിൻ്റെയും കോൺസെൻട്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് ഡിഫറെൻറ്റ് എനർജി ലെവൽസിനെയാണ്, ഡിഫറെൻറ്റ് ഫെർമി ഫങ്ഷൻസിനെയാണ് നമ്മൾ ക്വാസി ഫെർമി ലെവൽ എന്ന് പറയുന്നത്.